തവിട് പൊടിയാക്കുക, പഞ്ഞിക്കിടുക, വാരി ഭിത്തിയേലൊട്ടിക്കുക, ഇതൊക്കെ നമ്മളുടെ സംഭാഷണത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ. അവൻ അവളെ തവിട് പൊടിയാക്കി, അവൻ അവളെ പഞ്ഞിക്കിട്ടു, അല്ലെങ്കിൽ അവൻ അവളെ വാരി ഭിത്തിയേലൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ ഒരു വാഗ്വാദത്തിലോ മത്സരത്തിലോ അവളെ തറപറ്റിച്ചു അഥവാ തോൽപ്പിച്ചു എന്നല്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ഇംഗ്ലീഷിലൊരു ഇഡിയമുണ്ട്. അതിങ്ങനെയാണ്: വൈപ്പ് ദ ഫ്ലോർ വിത്ത് സംബഡി. വൈപ്പ് ദ ഫ്ലോർ വിത്ത് സംബഡി അല്ലെങ്കിൽ മോപ്പ് ദ ഫ്ലോർ വിത്ത് സംബഡി. നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കാം. അവൻ അവളെ തറപറ്റിച്ചു. ഹി വൈപ്ഡ് ദ ഫ്ലോർ വിത്ത് ഹെർ അല്ലെങ്കിൽ ഹി മോപ്പ് ദ ഫ്ലോർ വിത്ത് ഹെർ. വൈപ്പ്, മോപ്പ് എന്നീ വാക്കുകളുടെ അർത്ഥം സാധാരണയായി തുടയ്ക്കുക എന്നാണല്ലോ. ഒരിക്കൽ കൂടി ആ സെൻറ്റൻസ് വായിക്കാം. ഹി വൈപ്ഡ് ദ ഫ്ലോർ വിത്ത് ഹെർ അല്ലെങ്കിൽ ഹി മോപ്പ് ദ ഫ്ലോർ വിത്ത് ഹെർ. അവൻ അവളെ തറപറ്റിച്ചു. ആശയം വ്യക്തമാണെന്ന് കരുതുന്നു. ഹാപ്പി ലേണിംഗ്.